സുഹൃത്തുക്കളെ, ഈ വരുന്ന നവംബർ 28 ശനി നേർരേഖയിലാകുകയാണ്. നേർരേഖയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ശനി വക്രത്തിലായിരുന്നു. അതായത് അതിൻ്റെ സ്പീഡ് കൂടി, മീൻസ് റിട്രോഗ്രേഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഗതി മാറി കറങ്ങേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതിൻ്റെ പല ഇതിനകത്ത് നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്നൊരു വേണമെന്നൊരു പിക്ചർ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു റിട്രോഗ്രേഷനിൽ നിന്ന് മാറി നമ്മൾ നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബർത്ത് നല്ലതായിട്ടിരുന്ന പല ആൾക്കാർക്കും ചില മോശമായിട്ടിരുന്ന, അതായത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾക്ക് പകരം ദോഷമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലർക്കും നമുക്കത് മാറി നല്ലതായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞായിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് മുഖവുരയായിട്ട് പറയുന്നതാണേലും ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഓരോ രാശി തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് അതുകൊണ്ട് കാരണം അത് ജനറലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. സപ്പോസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കേണ്ടത് അത് നെഗറ്റീവായിട്ട് വരിക, അല്ലെങ്കിൽ ജോലി കിട്ടേണ്ടടുത്ത് ജോലി കിട്ടാതിരിക്കുക. അപ്പം അതേമാതിരി നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനുള്ളത്, അല്ലെ കല്യാണം, വീട്ടിലുള്ള നടക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, അപ്പോൾ അതൊക്കെ നടക്കാതിരിക്കുന്ന ഉള്ള സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറി അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വരുന്നതാണ് ഈ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് പറയാത്ത ചില ആൾക്കാർക്ക് ചിലപ്പം നേരത്തെ നല്ലതായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഇച്ചിരി മോശമായി വന്നെന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അപ്പോൾ ഇതിനകത്ത് ഈ ശനി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ 13 ജൂലൈ മുതൽ ഈ നവംബർ 28 വരെ വക്രത്തിലായിരുന്നു. അപ്പോൾ ഈ വക്രത്തിൽ നിന്ന് മാറി ഇനിയിപ്പം 28 കഴിഞ്ഞിട്ട് നോർമലായിട്ട് വരിക. അതായത് മീനൻ രാശിയിൽ നിന്നും അത് മേടൻ രാശിയിലോട്ട് മാറുകയാണെന്നാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മീനത്തിലെന്ന് പറഞ്ഞാൽ അത് വക്രത്തിൽ പോയി മീനത്തിലോട്ട് പോയി പിന്നെ അത് തിരിച്ച് ഏരീസ് എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിലോട്ട് മാറി വരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സാറ്റേൺ എക്സോൾട്ടഡ്, അതായത് ഓവർ സ്പീഡായിട്ട് ഗതി മാറി കറങ്ങുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 1ഉം 8ഉം ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമുക്കപ്പം. 1, 8 ടോട്ടൽ 12 രാശികളാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് 1ലും 8ലും ഒക്കെ ശനി വരുന്നത് പൊതുവെ അത്ര ഫേവറബിൾ അല്ല, അത് പോസിറ്റീവ് അല്ല. പിന്നെ നമ്മൾ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ശനിദശയെ കൂടെ 7 ശനി അങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്നത്, അല്ലെ കണ്ട ശനി, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഗുണത്തിന് കാര്യങ്ങൾക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നെന്നിരിക്കാം. നമ്മൾ ഇത് പൊതുവേ രാശി വെച്ചിട്ടുള്ള ഫലമാണെന്ന് പറഞ്ഞാലും അതേമാതിരി നമുക്ക് ഈ പറയുന്ന 4, 12 എന്നുള്ള പൊസിഷനും ശനിക്ക് അത്ര ഫേവറബിൾ അല്ല. ഇത് മിക്സായിട്ടുള്ള ഫലങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ രാശി ഏതൊക്കെ ഗ്രഹങ്ങളെ ഈ ശനിയുടെ ശത്രുക്കളെ, അപ്പോൾ ഈ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങളെ നമ്മുടെ ബർത്ത് ചാർട്ടിൽ ശനിയുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ശനി നമുക്ക് അൺഫേവറബിളായിട്ട് മാറും. ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മകാരകനാണ്, ആയുർകാരകനാണ്. നമുക്ക് ആയുസ്സും കർമ്മവും, അതായത് തൊഴിലും കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് ഇങ്ങനെയുള്ള പല ജീവിതത്തിലുള്ള നല്ല നല്ല ഗുണങ്ങളും ചിലർക്ക് മോശമായിട്ടുള്ള ഗുണങ്ങളും കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനി. നെവർ ഡിലേ ഇറ്റ് ഡിലേ എന്നാണ് പറയുന്നത്. ശനി നമുക്ക് കാര്യങ്ങളെ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചേ തരത്തുള്ളൂ, പക്ഷെ ഇറ്റ് നെവർ ഡിലേ, തരാതിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില താമസിച്ചാണെങ്കിലും തന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കാത്തതായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പം ശുക്രനും കാര്യങ്ങളൊക്കെ സമ്പത്ത് തരുമ്പം ഒരുപാട് വാരിക്കോരി തന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ അല്ലെന്നിരിയിൽ വേറെ ഗ്രഹങ്ങളായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇപ്പോൾ സപ്പോസ് വ്യാഴം മാറി വ്യാഴദശ അല്ലെന്ന രീതിയിൽ പറഞ്ഞ മാതിരി ശുക്രദശയായിരുന്നു ഒരാൾ, ശുക്രദശ മാറി അടുത്ത ശനിദശയായിട്ടൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലോസസ്, ഫൈനാൻഷ്യൽ ലോസ് അല്ലെന്ന ഈ ശുക്രമായിട്ട് ബന്ധപ്പെട്ട അനുഭവിച്ചുകൊണ്ടിരുന്ന പല നല്ല ഗുണങ്ങളും ഈ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ ശനിയുടെ ആയിട്ടുള്ള ദശ വരുമ്പോൾ പലർക്കും വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ദശാസന്ധി എന്ന് പറയുന്നതൊക്കെ ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ശത്രുഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരുടെ ശനിയുടെ ശത്രു എന്ന് പറഞ്ഞാൽ സൂര്യന്,
അതേമാതിരി ചന്ദ്രനും സൂര്യനും, അതുപോലെ ചൊവ്വയും ഈ ശനിയുടെ ശത്രുവാണ്. പിന്നെ ഈ രാഹു, കേതു, അപ്പം 5 ഗ്രഹങ്ങൾ ശനിയുടെ ശത്രുവാണ്. അപ്പം ഇത് ശനിയുടെ കൂടെ നേരിട്ട് വന്നു ഇരുന്ന് കഴിഞ്ഞാൽ 100% അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ശനിക്ക് കിട്ടുമ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാം. അതേമാതിരി 1592610 3711 4812 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ ഇപ്പം ഈ ഒരു ഗ്രഹങ്ങൾ വന്ന് കണക്റ്റ് ആവുകയാണെന്നൊരിൽ ഒരു 75% അപ്പം അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ശനിക്ക് വന്ന് അപ്പം ശനിയുടെ ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒക്കെ ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പല റെമഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെമഡി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വരി പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. മകരം രാശി നോക്കിക്കഴിഞ്ഞാൽ മകരത്തെ എൻ്റെ രാശാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പോൾ ഇതിനകത്ത് നാളുകളെന്ന് പറഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. അപ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര. അപ്പം ഇത്ര നാളുകളാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നോക്കേണ്ട ഉത്രാടത്തെ ഭരിക്കുന്ന സൂര്യനാണ്, ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ തിരുവോണത്തെ ആണെന്നൊരു ചന്ദ്രനാണ് ഭരിക്കുന്നത്, ശുക്രകർമ്മയിൽപ്പെട്ടാണ്. അവിട്ടത്തെ ആണെന്നൊരു ചൊവ്വ ആണ് ഭരിക്കുന്നത്, ശനികർമ്മയിൽപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു രാശി ഇതരുടെ ആയിട്ടുള്ള ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ കർമ്മ അനുസരിച്ചൊക്കെ വേറെ സ്വഭാവങ്ങളെ, രീതികളെ, അങ്ങനെയുള്ളത് പലതും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഒരു രാശിക്കാർ. അപ്പോൾ അതിനകത്തെല്ലാം പ്രൊഫഷണലി നിന്നിരുന്ന ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം, ജോബ് പ്രമോഷൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും കറസ്പോണ്ടൻസ് ത്രൂ ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, നല്ല സൊസൈറ്റി എന്നുള്ള ഒരു നല്ല റെസ്പെക്റ്റ് അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ബിസിനസ്സിനകത്തൊക്കെ ഉയർച്ച, അല്ലെന്നൊരിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഉള്ളൊരു പൊതുവെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ജോബ് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജോബ് പ്രൊമോഷൻ കിട്ടാനുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മകരം രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഇവർക്ക് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഈ പല അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലാകാനുള്ള സാഹചര്യമൊക്കെ മാറി നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാനും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, ലോട്ടറി മാതിരിയുള്ള സംഭവങ്ങൾ അടിക്കാനോ എടുക്കാനോ, അല്ലെങ്കിൽ KSF ചിട്ടി, ഇങ്ങനെയൊക്കെ ഉള്ള അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ധനലാഭമൊക്കെ ഉണ്ടാകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ശനി പോസിറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില അസുഖങ്ങളോ എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടായിട്ട് പൊതുവേ നല്ലതായിട്ടുള്ള ഒരു അന്തരീക്ഷം വരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ്. അതുപോലെ അവരുടെ ഒരുപാട് ഓവറായിട്ടുള്ള ജീവിതത്തിൽ വന്നിരുന്ന ഒത്തിരി എക്സ്പെൻസുകൾ, അതിനെല്ലാം ഒരു പരിധി വരെ ഒരു കുറഞ്ഞിരിക്കും. ആ ഒരു എക്സ്പെൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിനെല്ലാം ഒരു വിടുതൽ വരിക. അതുപോലെ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഗൾഫിൽ അല്ലെങ്കിൽ IELTS മാതിരി എക്സാമൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു അനുകൂലമായിട്ട് വിസ പ്രൊസീജിയറൊക്കെ ആയിട്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടായിട്ട് തിരിച്ച് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ അതേമാതിരി നമ്മൾ നോക്കുകയാണെന്നൊരിൽ ഇവരുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില മാനസികമായിട്ടുള്ള ഈർച്ച അല്ലെന്നൊരു എന്തെങ്കിലും ഒരു വിഷമത, അല്ലെന്നൊരു അന്യനാട്ടിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ കണ്ടുമുട്ടാൻ, എടുക്കാൻ, അങ്ങനെ വരികയും കൂടാതെ വീട്ടിൽ നല്ല ഗൃഹാന്തരീക്ഷം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മകരം രാശിക്കാരെ പറ്റി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതേമാതിരി ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ വീട് മോടി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ വീടിന് പുതിയ വീട് വെക്കാൻ, വീടിന് തറക്കല്ലിടാൻ, അങ്ങനെ വീട്ടിലെ പൊതുവെ സന്തോഷകരമായിട്ടുള്ള കർമ്മങ്ങളുണ്ടാകാൻ, വീട്ടിലെ നല്ല ഗൃഹാന്തരീക്ഷം നിലനിർത്താനും അവരെല്ലാം ഒരു പൊതുവെ നല്ല ഒരു മാനസികമായിട്ടുള്ള നല്ല
സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇത്. അതുമാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വണ്ടി വാങ്ങിക്കാൻ. അതേമാതിരി റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ, അല്ല വസ്തുവൊക്കെ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഗെയിന്, അതുപോലെ ഈ ബ്രോക്കർ ഏജ് അങ്ങനെയൊക്കെ ഉള്ള ബ്രോക്കർമാരിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ലാഭം, കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ ക്ഷീരോത്പാദനം നടത്തുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ഈ മിൽമ ഈ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പൊതുവെ ഇപ്പം ഒരു കൃഷി നിന്നൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ട് നല്ല ഒരു ഉയർച്ചയും ജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഒരു വ്യത്യാസപ്പെട്ട് പൊതുവെ അനുകൂലമായിട്ടൊക്കെ വരാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഈ ശനിയെ പോസിറ്റീവാക്കാൻ അതേമാതിരി നമ്മുടെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അത് ലാൽ കിതാബിലെ ഒരു കർമ്മം ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ അല്ല, വേറൊരു 10 മിനിറ്റുള്ള വേറൊരു വീഡിയോ ഉണ്ട്, അതിനകത്ത് 3 കർമ്മം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാർ വേണമെന്ന് പോയി കാണുക. ഇല്ലെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിങ്ക് ഇട്ടുകാരെ ലിങ്ക് ഉണ്ടെന്ന് വരില്ല, അത് കാണാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്കൊക്കെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത്, അത് കമ്പിളി ദാനം ചെയ്യുക, അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈവൻ ശനിയെ കേതുവിനെയും കൂടെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. മുടന്തർക്ക് ഉഴുന്നുവട ദാനം ചെയ്യുക, അന്തർക്ക് ഉഴുന്നുവട ദാനം ചെയ്യുക. അപ്പോൾ ഇവർ അല്ലെങ്കിൽ അവർക്ക് ഡിസർവായിട്ടുള്ള ഒരു ദാനധർമ്മം ചെയ്യുക, ഫുഡ് ദാനം ചെയ്യുക. അതേപോലെ തൂപ്പുകാർക്ക് ദാനധർമ്മം ചെയ്യുക. ഈവൻ മുനിസിപ്പാലിറ്റിയുള്ള അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, ഇതുപോലെ ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. വേറെ ശനിയുടെ ആയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. എല്ലാ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മത്തിൻ്റെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് ലിങ്ക് ഇടാൻ മറന്നില്ലേ, അപ്പം അങ്ങനെ ഉണ്ടെന്നിരില്ല, അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഗ്രഹമായാലും നമ്മൾ വെറുതെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതല്ല. നമ്മുടെ ബർത്ത് ചാർട്ടിൽ നമുക്ക് അനുകൂലമോ പ്രതികൂലമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഞാൻ തന്നെ ഇപ്പോൾ ബൃഹനാടിയുടെ ഒരു നിങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഒരു ഇടുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബൃഹനാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി വരുന്നു എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. കാരണം ആ ഒരു ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വരാനും അങ്ങനെയുള്ള ഒക്കെ സാഹചര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു. അപ്പം ചില ആൾക്കാർക്ക് ഇതിനകത്ത് ഞാൻ ഈ 1, 8 ഒക്കെ മോശമാണെന്ന് പറഞ്ഞു ശനി. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഐഡിയ കാണത്തില്ല. അതുപോലെ ശനി, രാഹു, കേതു അല്ലെന്ന് ഈ പറഞ്ഞ മാതിരി ചന്ദ്രന്, സൂര്യന്, അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ 159261 അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശനിയുടേതായിട്ടുള്ള ദശ വരുന്ന സമയത്ത് ഈ ശനി നെഗറ്റീവായി പോകും. അല്ലാത്ത ചില ആൾക്കാർക്ക് ശനി ദശ അധികം കുഴപ്പം വരാത്തതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ അത് ബൃഹനാടിയുടെ ഒരു ചാർട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യാനോ എടുക്കാനോ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് വരില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എപ്പോഴായാലും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാർട്ടൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളതൊരു ആമുഖമായിട്ട്. അപ്പം നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാരെ കാണുന്നവർ കല്യാണം കഴിക്കാനും എടുക്കാനും ഒന്നും പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകുന്ന ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ശനിയുടേത് എന്താണ് കാരണം? ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാരകന്, ആയുർകാരകന്, അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ നെവർ ഡിലേ എന്ന് പറയുന്നത്. താമസിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് തരാതിരിക്കത്തില്ല. പക്ഷേ ആ ശനിയുടേതായിട്ടുള്ള നമ്മുടെ ബർത്ത് ചാർട്ടിൽ ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ പോസിറ്റീവാണ് നെഗറ്റീവാണെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷന് നിങ്ങൾ കേൾക്കാം. അപ്പം
അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ, ബൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, അല്ലെന്നിരി ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ ഇങ്ങനെയൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഗതിയോ, പിന്നെ നമ്മുടെ കോഴ്സുകളുണ്ട്, പല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിനകത്തൊക്കെ ചേരാനും പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യയിൽ മാത്രം ഇന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ അസ്ട്രോളജേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. പിന്നെ ഇതൊരു മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിയാണ്. ഇന്ന് തന്നെ $14 ബില്യൺ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഈ ഒരു ഒക്കൽട്ട് എന്ന് പറയുന്നത്. അതൊരു $20 ബില്യൺ ആയിട്ട് 2030 ആകുമ്പോഴത്തേന് മാറും. ബാക്കിയുള്ള ഒരു പല ഫീൽഡിലും വർക്കും കാര്യങ്ങളും കുറഞ്ഞെടുത്തിട്ടൊക്കെ വരുവാണെന്നുള്ളതും മനസ്സിലാക്കുക. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കാണെന്നൊരു വീട്ടുകാരിൽ തന്നെ 50,000 ടു വാട്ടവർ 75,000 100,000 വാട്ടവർ ആ ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരും. നല്ല രീതിയിലുള്ള പ്രഡിക്ഷൻ അറിയുന്ന ആൾക്കാർക്ക്, അത് അങ്ങനെയൊക്കെ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് പാർട്ട് ടൈമായിട്ട് ഇങ്ങനെയുള്ള ഇത് പഠിക്കാനും എടുക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊരു ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ലൈവ് കോഴ്സാണ്. നമ്മുടെ ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.